ഡിഗ്രിക്ക് ശേഷം PG പഠനം ഇന്ത്യയിലെ കിടിലൻ യൂണിവേഴ്സിറ്റികളിലായാലോ? ജോയിൻ Prepwise UG+, Kerala's No.1 PG entrance coaching, CUET PG, IIT JAM, CMAT, CAMAT കോച്ചിംഗ് പ്രോഗ്രാമുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ഹായ് എവ്രിവൺ, എൻ്റെ പേര് ഷാരിസ്. ഞാൻ ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേറ്റ് ആയി. BSc കെമിസ്ട്രി ഹോണേഴ്സ് ആയിരുന്നു. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ സ്ഥിതിക്ക് PG ചെയ്യണോ അതോ ഡിപ്ലോമ കോഴ്സ് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ CUTക്ക് ഒരു ട്രൈ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ CUT അപ്ലൈ ചെയ്ത ശേഷം CUTൻ്റെ പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യണമെന്നുള്ള കിട്ടിയില്ല. അപ്പോൾ CUT MBA കൊടുത്തു, പിന്നെ MSc 2 പേപ്പർ കൊടുത്തു. അങ്ങനെ യൂട്യൂബ് കുറേ സെർച്ച് ചെയ്തു, PGQP38 MBAക്കുള്ള റെഫറൻസൊക്കെ. അപ്പോൾ ഒക്കെ ഭയങ്കരമായി കൺഫ്യൂസ്ഡ്, ഒരു സിലബസ് ഒന്നും വലിയ കവർ ചെയ്യാത്ത ടൈപ്പ് ആയിരുന്നു. അങ്ങനെ എൻ്റെ വൺ ഓഫ് മൈ ഫ്രണ്ട് ഷാക്കിർ, അവൻ ജാമ്യ ഗ്രാജുവേറ്റ് ആണ്, സെയിം കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ അവൻ്റെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് വഴിയാണ് Prepwiseനെ പറ്റി അറിഞ്ഞത്. അങ്ങനെ Prepwiseനെ പറ്റി എൻക്വയറി ചെയ്തു, അവരുടെ ട്രയൽ ക്ലാസ്സൊക്കെ ഫോളോ ചെയ്തു. അങ്ങനെ അവരുടെ ഫാക്കൽറ്റി കോണ്ടാക്ട് ചെയ്തു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. എനിക്ക് തോന്നി ഇറ്റ് വാസ് ബെറ്റർ ദാൻ അതർ റെഫറൻസ്. സോ അവരുടെ ഫീസൊക്കെ അഫോർഡബിൾ ആയിരുന്നു, അതിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ഏകദേശം ഒന്നര മാസത്തോളം പ്രിപ്പറേഷൻ കിട്ടി. അപ്പോൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈം, 2 ദിവസം മുന്നേ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് തോന്നി ഒരു 2 മാസം മുന്നെങ്കിലും മിനിമം ചേർന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. ബട്ട് കുഴപ്പമില്ല, നല്ല രീതിയിൽ എക്സാം എഴുതി. PGQP38 ആയിരുന്നു MBA. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ 2 പാർട്ട് A പാർട്ട് B പേപ്പർ. പാർട്ട് A ഇംഗ്ലീഷ് ആൻഡ് ലോജിക്കൽ റീസണിങ്, പാർട്ട് Bയിൽ ഡൊമൈൻ ഇംഗ്ലീഷ്. അപ്പോൾ സാധാരണ പുറത്തെല്ലാവരും പാർട്ട് A പേപ്പറാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാറ്. പക്ഷേ ഇവരുടെ 2 ഫോക്കസ് ചെയ്താണ് ഞാൻ ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം. Prepwise എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ലൈക്ക് ക്വസ്റ്റ്യൻസ് ഇവർ Prepwise ഓൾമോസ്റ്റ് എല്ലാ സിലബസും കവർ ചെയ്യുന്നുള്ള പോലെ തോന്നി. റിസൾട്ട് എന്താണെന്ന് അറിയില്ല, ബട്ട് അറിയാലോ MBAക്ക് 2 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു, 5th September ആൻഡ് 12th ഉണ്ട്. കാരണം NTAൻ്റെ നോട്ടീസിൽ പറഞ്ഞു ഏറ്റവും കൂടുതൽ അപ്ലിക്കൻസ് ഉള്ളത് MBAക്കും B.Edനും പിന്നെ MSW ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട്, ലൈക്ക് അപ്ലിക്കൻസ് കൂടുന്നുണ്ട്, ഒബ്വിയസ്ലി കോമ്പറ്റീഷൻ കൂടും. സോ ബട്ട് നല്ല പ്രിപ്പറേഷൻ ആയിരുന്നു. സോ താങ്ക്സ് ടു Prepwise.